നമസ്കാരം. ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണിയിൽ വിസ്മയം തീർക്കുന്നവരാണ് ഹീറോ മോട്ടോകോർപ്പ്. പെട്രോളിലായാലും ഇലക്ട്രിക്കലായാലും സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന വിലയിൽ ടൂ വീലറുകൾ നിർമ്മിക്കാനാണ് കമ്പനി എന്നും ശ്രമിക്കാറുള്ളത്. സ്പ്ലെൻഡറും വിഡ V1 സ്കൂട്ടറും എല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളുമാണ്. ഇപ്പോഴത്തെ ലോകത്തിലെ തന്നെ വലിയ വാഹന വിപണിയെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള മൾട്ടി പർപ്പസ് മോഡലുമായി വിപണിയിലെത്താൻ ഒരുങ്ങുകയാണ് ഹീറോ. ഇലക്ട്രിക് സ്കൂട്ടർ ആക്കാവുന്ന ഓട്ടോറിക്ഷയെ കുറിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ അറിഞ്ഞു വരികയാണ്. അതും ഹീറോയുടെ ഭാഗത്തു നിന്നാണ് വിപ്ലവകരമായ മാറ്റം വരാൻ പോകുന്നതെന്ന സൂചനകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും ഇന്റർനെറ്റിലൂടെയെല്ലാം നമ്മൾ കണ്ടതാണ്. ലോകം മാറുന്നതിന്റെ വേഗതയ്ക്കനുസരിച്ചും വാഹന വിപണിയുടെ സ്വഭാവം മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ കണ്ടതൊക്കെ. ഹീറോ മോട്ടോകോർപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സർജ് സ്റ്റാർട്ടപ്പ് അവതരിപ്പിച്ച S32 എന്ന മോഡലിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇനി അറിയാൻ പോകുന്നത്. വെറും 3 മിനിറ്റിനുള്ളിൽ ഒരു മുച്ചക്ര വാഹനമായി മാറാനുള്ള അതുല്യമായ കഴിവുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു വിപ്ലവകരമായ ഇലക്ട്രിക് സ്കൂട്ടർ ആയിരുന്നു ഇതെന്നും വേണമെങ്കിൽ പറയാം. 2 തരത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലെത്തിയ കൺസെപ്റ്റ് മോഡൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് ഹീറോയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുകയാണ്. ഇതൊരു കാറല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെയും ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെയും സംയോജനമാണ് സർജ് S32. യഥേഷ്ടം 3 വീലറായും 2 വീലറായും ഈ വാഹനം ഉപയോഗിക്കാൻ സാധിക്കും. അന്ന് കൺസെപ്റ്റ് രൂപത്തിൽ പരിചയപ്പെടുത്തിയതിനു ശേഷം EVയുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ S32 1 വർഷത്തിനുള്ളിൽ സീരീസ് നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. തുടർന്ന് അടുത്ത വർഷം മധ്യത്തോടെ സർജ് S32 EVയുടെ ഔദ്യോഗിക ലോഞ്ചും നടക്കുമെന്നാണ് വിവരം. വിൽപ്പനയുടെ കാര്യത്തിൽ പ്രതിവർഷം 10,000 യൂണിറ്റുകളെങ്കിലും വിറ്റഴിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2 വീലറിന്റെയും 3 വീലറിന്റെയും പ്രായോഗികത സംയോജിപ്പിക്കുന്ന ഈ ഒരു വ്യത്യസ്ത വാഹനം ഇപ്പോൾ പുതുതായി സൃഷ്ടിച്ച L2, L5 വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഹീറോയും സർജും റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പുതിയ രജിസ്ട്രേഷൻ വിഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു വാഹന നിർമ്മാതാവ് ഇത്തരമൊരു ആശയം തന്നെ പിന്തുടരുന്നതും അവതരിപ്പിക്കുന്നതും. സർജ് ഇതിനെ ക്ലാസ് ഷിഫ്റ്റിംഗ് വെഹിക്കിൾ എന്നാണ് വിളിക്കുന്നത്. 3 വീൽ സെറ്റപ്പിൽ നിന്ന് ഈ ഒരു സ്കൂട്ടർ വേർതിരിച്ചെടുക്കാൻ വെറും 3 മിനിറ്റ് സമയം മാത്രമാണ് വേണ്ടി വരുന്നതെന്ന് സർജ് പറയുന്നുണ്ട്. 3 വീലർ വാഹനവും സ്കൂട്ടറും തമ്മിലുള്ള പരിവർത്തനം എവിടെ വെച്ച് വേണമെങ്കിലും സാധ്യമാവുകയും ചെയ്യും. ഇതിനായുള്ള സുഗമമായ പരിവർത്തനം ഉറപ്പാക്കാൻ അഡാപ്റ്റീവ് കൺട്രോളുകളും പ്രവർത്തനങ്ങളുമാണ് സർജ് S32 മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് വന്നാൽ ഒറ്റനോട്ടത്തിൽ 3 വീലർ ഇലക്ട്രിക് കാർഗോ വാഹനമോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ പോലെയായിട്ടാണ് ഇതിരിക്കുന്നത്. ഫ്രണ്ട് പാസഞ്ചർ ക്യാബിനും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഓട്ടോയുടേതായ വിൻസ്ക്രീൻ, ഹെഡ്ലൈറ്റുകൾ, ടേൺ ഇൻഡിക്കേറ്ററുകൾ, വൈപ്പറുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡോറുകൾ സർജ് S32 EVയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് നിരാശയുളവാക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ പ്രൊഡക്ഷൻ പതിപ്പിലേക്ക് എത്തുമ്പോൾ കമ്പനി ഡോറുകളും കൊടുത്താലും അത്ഭുതപ്പെടാനില്ല. 60 കിലോമീറ്റർ വേഗത കൈവരിക്കാനാകുന്ന 6 kW മോട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറിന് കരുത്ത് പകരുന്നത്. കൂടാതെ 3.87 kWh ബാറ്ററി പാക്കും വാഹനത്തെ പിന്തുണയ്ക്കാനായി കൊടുത്തിട്ടുണ്ട്. അതേസമയം 10 kW മോട്ടോറും 45 കിലോമീറ്ററിന്റെ പരമാവധി വേഗതയും നൽകുന്ന വിധത്തിലാണ് സർജ് S32 3 വീലർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും വാഹന വിപണിയിൽ ഇതൊരു വിപ്ലവം തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കാം.